ഓക്കെ, അപ്പോൾ പിള്ളേരെ അങ്ങനെ നമ്മുടെ സെക്രട്ടേറിയറ്റുമായ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വർക്കൗട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, കട്ടയ്ക്ക് എല്ലാ ദിവസവും ഞാനിടുന്ന ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൂടെ ചെയ്ത് വരിക. അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പിള്ളേരെ, ഉറപ്പാണ്. ഈ ചെയ്യുന്ന രീതിയൊക്കെ നോക്കി വെക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് കുറയ്ക്കാനും പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ പറ്റും. ഓക്കെ, നോക്കിയേ, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് എന്നാണ് ചോദ്യം. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഗവൺമെൻറ്റിനെതിരായിട്ട് എതിർപ്പ് സമാഹരിക്കുക എന്നത് സിവിൽ സർവീസിൻ്റെ ജോലിയാണ്. സിവിൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നുള്ളത്. അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. പക്ഷെ പലർക്കും ഓപ്ഷൻ ബിയിൽ ഒരു ഡൗട്ട് വന്ന് കാണും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഓർത്തിരിക്കുക, ലാസ്റ്റ് നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന് ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് ആൻസർ നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്യണം, അതായിരിക്കും ബെറ്റർ. നിയുക്ത നിയമനിർമ്മാണം ഡൗട്ട് വരും. നിയമനിർമ്മാണം നടത്തുന്നത് നിയമനിർമ്മാണ വിഭാഗമല്ലേ? ഈ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗമല്ലെന്ന് ഡൗട്ട് വരും. ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റും നിയമസഭകളാണെങ്കിലും അതിൽ അംഗങ്ങളാണെങ്കിലും ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ. അതുകൊണ്ടാണ് നിയുക്ത നിയമനിർമ്മാണം ആരുടെ ജോലിയായിട്ട് വരുന്നത്? സിവിൽ സർവീസിൻ്റെ ജോലിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് ബിയിൽ ഡൗട്ട് വന്ന് കാണും. അടുത്ത്, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് ജവഹർലാൽ നെഹ്റു. അത് തെറ്റാണ്, നമ്മളത് പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ജവഹർലാൽ നെഹ്റു അല്ല. ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം.എൻ. റോയിയാണ്. ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ക്യാബിനറ്റ് മിഷനാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത്, ഭരണഘടനാ നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 അത് ശരിയാണ്. നമുക്ക് സത്യം പറഞ്ഞാലേ ഈ ഒന്ന് തെറ്റാണെന്ന് കിട്ടുമ്പോൾ തന്നെ ഉത്തരം എടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ നോക്കിയേ, ഓപ്ഷൻ എ നമുക്കിവിടെ വെട്ടിക്കളയാം, അതുപോലെ തന്നെ ഓപ്ഷൻ സി നമുക്ക് വെട്ടിക്കളയാം, ഓപ്ഷൻ ഡിയും വെട്ടിക്കളയാം. കാരണം ഇതിലെല്ലാം ഒന്ന് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് മാത്രമാണ് ആൻസറായിട്ട് വരുന്നത്. കാരണം മൂന്നാമത്തത് തെറ്റാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത മൂന്നാം ചോദ്യം. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? നമുക്കറിയാം, 106 ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. 106 ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയമാണത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ശരിയാണ്. ഇതിലാണ് നമ്മുടെ ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 330A 332A ഉൾപ്പെടുത്തി. അതും ശരിയാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ആർട്ടിക്കിൾ 330A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകസഭയിലെ 33% വനിതാ സംവരണം. 332A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭകളിലെ 33% വനിതാ സംവരണം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ശരിയാണ്. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഈ ഒരു നിയമത്തിൽ പറയുന്നില്ല. സോ ഓപ്ഷൻ സി ആണ്, 1, 2 മാത്രം കിട്ടിക്കാണും. അടുത്ത്, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. പിള്ളേരെ, ഓപ്ഷൻ എ 31A പരിസ്ഥിതിയുമായിട്ട് ബന്ധം വരുന്നില്ല. അപ്പോൾ 1 നമുക്ക് വെട്ടിക്കളയാം. 48A നമുക്കറിയാം, പരിസ്ഥിതി സംരക്ഷണം 48A ആണ്, അത് ശരിയാണ്. 51Aയിൽ എന്താ പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പരിസ്ഥിതി സംരക്ഷിക്കുക നമ്മുടെ കടമയാണെന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. സോ അതും ശരിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന അനുച്ഛേദമാണ്. 2, 3 ശരിയെന്നുള്ളൊരു ആൻസർ വരും. കിട്ടിയ ഓപ്ഷൻ ബി ആണ്, 2, 3 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷൻ,
കേളപ്പൻ സെക്രട്ടറിയുമായിട്ട് ഒരു സദ്യയുടെ കമ്മിറ്റി രൂപീകരിച്ചു. കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്. NSS ആകുമ്പോൾ തിരിയും. NSS ആകുമ്പോൾ കേളപ്പൻ അധ്യക്ഷൻ, മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി ആവും. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഇതിപ്പം സ്ഥിരമായിട്ട് ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് PSC ഇടുന്നൊരു കണ്ടന്റാണ് ഈ ഒരു ഉപവാസം. അതും ശരിയാണ്. 32 സെപ്റ്റംബർ 22 നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ കേളപ്പൻ ഉപവാസം ആരംഭിച്ചു. ശരിയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 32 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്, അതും ശരിയാണ്. അപ്പം മൂന്നാമത്തതും ശരിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പം 1, 2, 3 ശരിയാണ്. അപ്പം 1, 2, 3, 4 ശരി എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഉത്തരം കിട്ടും. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചരണ ജാഥ, അത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 1, 2, 3 ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. കേട്ടോ, നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം വീഡിയോ പൗസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അതായത് എല്ലാ ക്വസ്റ്റ്യനും എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കണമായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പിള്ളേരെ, ഇത് നോക്കുമ്പോൾ 47 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 49 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 1956 നവംബർ 1 ഐക്യ കേരളം നിലയിൽ വന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം കിട്ടും. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 53 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സർദാർ KM പണിക്കർ അംഗമായിരുന്നു, അധ്യക്ഷനല്ല. അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമ്പോൾ തന്നെ നമുക്കിവിടെ വെട്ടാൻ പറ്റും. D വെട്ടാം, C വെട്ടാം, ബിയും വെട്ടാം. ഓപ്ഷൻ A ആണ് ആൻസർ. 1, 2, 4 ആണ് ആൻസർ. 47 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം. 49 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. 56 നവംബർ 1 നമ്മുടെ കേരളം അല്ലെങ്കിൽ ഐക്യ കേരളം എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഓക്കെ, ഇത് മൂന്നും ശരിയാണ്. എഴുതി പഠിച്ചോണേ. ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏതാണ്? ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രോട്ടോകോൾ നമുക്കറിയാം, ക്യോട്ടോ പ്രോട്ടോകോളാണ്. ക്യോട്ടോ പ്രോട്ടോകോളാണ് ആൻസർ. 97 സൈൻ ചെയ്തു. 2005 നിലവിൽ വന്ന ക്യോട്ടോ പ്രോട്ടോകോളാണ് ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് പൗസ് ചെയ്തിട്ട് അത് ചെയ്യാൻ നോക്കിയാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് പ്ലേ ചെയ്ത് കണ്ടാൽ മതിയേ. ഇത് ചെയ്തപ്പം മിക്കവരും എടുത്ത ആൻസർ ഓപ്ഷൻ D ബൊക്കാറോ ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ബൊക്കാറോയ്ക്ക് സഹായം നൽകിയിരിക്കുന്നത് റഷ്യയാണെന്നുള്ള കാര്യം അറിയാം. നിങ്ങൾ വർഷം പോലും ശ്രദ്ധിക്കാതെ നിങ്ങളത് എടുത്തു കാണും. പിള്ളേരെ, ബൊക്കാറോ റഷ്യ കറക്റ്റാണ്, പക്ഷേ വർഷം 1964 അതായത് 1959 റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ച ഒരു ഇരുമ്പുരുക്കുശാല ഇന്ത്യയിലുണ്ട്. അത് ഭിലായി ആണ്. ഭിലായി ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ദുർഗ് എന്ന സ്ഥലത്താണ്. ഇത് SCRTയിൽ കൃത്യമായി പറയുന്നുണ്ട്. മനസ്സിലായ? ഓപ്ഷൻ A ആൻസർ. ഇതുപോലത്തെ ചോദ്യങ്ങളിലാണ് നെഗറ്റീവ് മാർക്കുകൾ വന്ന് കയറുന്നത്. സോ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്ന് പറയുന്നു. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ അറിയപ്പെടുന്നത് എന്തെന്നാ? ഈസ്റ്റിങ്സ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ നോർത്തിങ്സ്, കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ നോർത്തിങ്സ്. ഇത് അങ്ങോട്ട് മാറിപ്പോകരുത്. വടക്ക് തെക്കാണെങ്കിൽ ഈസ്റ്റിങ്സും കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ നോർത്തിങ്സും ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം ഏതെന്നാണ് ചോദ്യം. ഈ ചോദ്യം പൗസ് ചെയ്ത് ചെയ്യുക എല്ലാവരും. ഓക്കെ, എന്നിട്ട് വീഡിയോ കണ്ടാൽ മതി. ഇത് ചെയ്തപ്പോൾ എല്ലാവരും, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്ത ഓപ്ഷൻ B ആയിരിക്കും. ഇത് ഒരു LDC ക്വസ്റ്റ്യൻ ആണ്. അന്ന് പരീക്ഷ നടന്നപ്പോഴും എല്ലാവരും എടുത്തത് B തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാവരും. എന്നാൽ ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയിൽ B ഓപ്ഷൻ വരികയും ഫൈനൽ ആൻസർ കീയിലേക്ക് വന്നപ്പോൾ C ആയി മാറുകയും ചെയ്തു.
ഇത് മലപ്പുറം LDC, മലപ്പുറം വയനാടാണെന്ന് തോന്നുന്നത്. മലപ്പുറം വയനാട് LDC ക്വസ്റ്റ്യനാണത്. കാരണം പുതിയ SCERT പ്രകാരം ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായത്തിൽ സെമീന്ദാരിയുണ്ട്, റൈറ്റ് വാരിയുണ്ട്, ഫ്യൂഡൽ സമ്പ്രദായമുണ്ട്, മഹൽവാരിയുമുണ്ട്. സോ ഓപ്ഷൻ C ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ഇതും കുറേ ആൾക്കാർക്ക് ഇപ്പോൾ തെറ്റിക്കാണും. ഈ ഒരു ആൻസർ അപ്ഡേഷൻ നോക്കിയിരിക്കുക, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വീണ്ടും വരും. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ, PM ഗ്രാമ സഡക്ക് യോജന. ഇതിൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ജൻധൻ യോജനയായിരിക്കും. ജൻധൻ യോജന കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും, സാർവത്രിക ബാങ്കിങ് സേവനം കിട്ടും. അതിനുശേഷം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ ഓപ്ഷൻ സിയിലും A5 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് 2 എണ്ണം ഇവിടെ കളയാം, ബിയും ഡിയും കളയാം. ഓക്കെ, പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് PM ഗ്രാമ സഡക്ക് യോജനയും കിട്ടും, ഗ്രാമീണ റോഡുകളുടെ വികസനം. ഓക്കെ, അതായത് D2 കിട്ടും. ഇനി A5ഉം D2 ഓപ്ഷൻ നോക്കിയാൽ മതി. A5ഉം D2 വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഹ്രസ്വകാല തൊഴിൽ പരിശീലനം, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ, പഞ്ചായത്തി രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ. ഓക്കെ, ഇത് കിട്ടിക്കാണോ എല്ലാവർക്കും? ആണ് ഇങ്ങനെ നമുക്ക് വെട്ടിയെടുത്ത് എഴുതാറ്. പക്ഷെ ഇന്നലെ വെട്ടക്കവും നടന്നില്ല, കുത്തക്കവും നടന്നില്ല. ഓക്കെ, അതാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലത്തെ ക്വസ്റ്റ്യത്തിൽ നിലവാരമുള്ളതായിപ്പോയി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. കമ്മിറ്റികളുടെ ക്ലാസ് ഞാൻ ഇട്ടതാണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് അതിൽ പറയുന്ന കണക്ഷനൊക്കെ എഴുതിയെടുത്ത് പഠിച്ചോ. എന്നാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചോദ്യങ്ങൾ മാർക്ക് കിട്ടും. ഓക്കെ, ദാ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇത് പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ഓക്കെ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, ശരിയാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, ഞാൻ പറഞ്ഞില്ലേ യൂണിയൻ്റെ ആദ്യ പ്രൈം മിനിസ്റ്റർ നെഹ്റു ആയതുകൊണ്ട് യൂണിയൻ കമ്മിറ്റികൾ നെഹ്റു ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാ, ഓർക്കുന്നുണ്ടോ? പ്രവിശ്യകൾ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം മൂന്നാമത്തത് തെറ്റാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, റൂൾസും പ്രൊസീജിയറും പറയുന്നത് മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, 4. അപ്പം 1, 2, 4 ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? നല്ലൊരു നിലവാരമുള്ള ചോദ്യമാണ്. ഇതൊക്കെ 10ലുള്ള ചോദ്യങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്. ഇനി 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. നമുക്കറിയാം 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അതിപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞല്ലേ ഉള്ളൂ. അത് ശരിയാണ്. നമുക്ക് ഇത്രയും മതി. ഇത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, 1 മുതൽ 4 വരെ ശരി, നമുക്ക് വെട്ടിക്കളയാം. കാരണം 2 തെറ്റാണ്. 2ഉം 4ഉം ശരി, അതും വെട്ടിക്കളയാം. കാരണം എന്താണ്? 2 തെറ്റാണ്. 1ഉം 4ഉം ശരി, അതും വെട്ടിക്കളയാം. കാരണം 3 ശരിയാണ്. ഇവിടെ 3 പറയുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് 55 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ പൗരത്വം നേടാം എന്നുള്ള തെറ്റാണ്. ഓക്കെ, നമുക്കറിയാം പൗരത്വം നേടുന്നത് 5 രീതിയിലാണ്. പക്ഷേ രജിസ്ട്രേഷൻ വഴി അതല്ല. ഞാനത് പിന്നെ പഠിപ്പിച്ചു തരാം കേട്ടോ. രജിസ്ട്രേഷൻ വഴി എങ്ങനെയാണ് നേടുന്നത് അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ BSc ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ്. ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് ആൻസർ. ഹർദീപ് സിംഗ് പുരിയാണ് ആൻസർ. 25 സി ആണ് ആൻസർ. അടുത്ത് താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇന്നലെ ഒരുപാട് പേര് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? തെറ്റിച്ചു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തെറ്റത്തില്ലായിരുന്നു. ഇവിടെ നോക്കിയേ, ഭരണഘടനയുടെയും പഞ്ചായത്തി രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇത് മുമ്പും ചോദിച്ചതാ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇതിപ്പോഴും വിവാദം നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ സംസ്ഥാന സർക്കാർ എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നപ്പോൾ പല കുട്ടികൾക്ക് ഈ ഒരു പോയിന്റിൽ ഡൗട്ട്, ഗവർണറല്ലേ നിയമിക്കുന്നത്, പിന്നെ അങ്ങനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആ നിയമനം നടത്തുന്ന ഗവർണറാണ്. സോ രണ്ടാമത്തതും ശരിയാണ്. ഇനി അടുത്ത്, ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്ന തെറ്റ്. എത്രാം ഭേദഗതി? 73ാം ഭേദഗതി, 74ാം ഭേദഗതി. 243 ഐയും 243 ഒയും ആർട്ടിക്കിളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. 243 ഐയും 243 ഒയും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏത് വരോടാ? ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം കിട്ടിക്കാണും. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വ്യായാമക്കുറവ് ഒരു കാരണമാണ്. സാംക്രമികം വെച്ചാൽ പകർന്നു വരിക. ജീവിതശൈലി രോഗങ്ങൾ പകർന്നു വരുമോ? ഇല്ല, അത് തെറ്റാണ്. പരമ്പരാഗതമായി കിട്ടോ? അതും തെറ്റാണ്. അമിത ഭക്ഷണം വഴി കിട്ടോ? കിട്ടും. അമിത ഭക്ഷണം വഴി നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരും. അപ്പോൾ 1ഉം 4ഉമാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോഫിൽ ശ്വേതരക്താണുവാണ്, മോണോസൈറ്റും ശ്വേതരക്താണുവാണ്, ലിംബോസൈറ്റും ശ്വേതരക്താണുവാണ്. എന്നാൽ ത്രോംബോസൈറ്റ് ശ്വേതരക്താണുവല്ല. ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ ശാസ്ത്രീയ നാമമാണ് ത്രോംബോസൈറ്റ്. എറിത്രോസൈറ്റ് RBC, ലൂക്കോസൈറ്റ് WBC, ത്രോംബോസൈറ്റ് ഏതാണ് പിള്ളേരെ? WBC. അല്ല, സോറി, പ്ലേറ്റ്ലെറ്റ്. സോറി. ഓക്കെ. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഇപ്പോഴേ പഠിച്ചോ, അഭികേന്ദ്ര ബലം. ഏതാ പിള്ളേരെ? അഭികേന്ദ്ര ബലമാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം. എഴുതി പഠിക്കുക. അക്വാ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? അക്വാ റീജിയ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് കാരണം സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ്. ഓപ്ഷൻ എ, സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അക്വാ റീജിയ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നത്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? സംക്ഷേപ വേദാർത്ഥം അത് നിങ്ങൾക്കറിയാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം. അതൊരു ചോദ്യമാണ്. അത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഈ ചോദ്യത്തിൽ പലർക്കും അർണോസ് പാദ്രി വന്നു കാണും. അർണോസ് പാദ്രിയുടെ ചോദ്യം ആദ്യത്തെ മലയാളം ഡിക്ഷണറിയാണ് അർണോസ് പാദ്രി. ഓക്കെ. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ചോദ്യം എന്താണ്? മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. ബെഞ്ചമിൻ ബെയ്ലി എന്താണ്? ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ്. ഇവിടെ ആൻസർ ഫാദർ ക്ലെമന്റ് പിയാനിയസ് ആണ്. ഫാദർ ക്ലെമന്റ് പിയാനിയസ് ആണ് ആൻസർ. ഫാദർ ക്ലെമന്റ് പിയാനിയസ്. ഓക്കെ. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പിള്ളേരെ ഏതൊക്കെയാണ്? ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമണ്ഡലം. ഓപ്ഷൻ എ ആണ് ആൻസർ. കേട്ടോ, ഇത് കുറേ ആൾക്കാർക്ക് കിട്ടാനും കുറേ ആൾക്കാർക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടാണ്. പക്ഷേ എഴുതി പഠിച്ച് പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മളത് ഓർക്കും. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. 2020 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം. 2020 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ്? സമ്മർ ഒളിമ്പിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഒളിമ്പിക്സ് എവിടെയാണ് പിള്ളേരെ? ലോസ് ഏഞ്ചലസ് അല്ലേ? ലോസ് ഏഞ്ചലസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സ്. 24 പാരീസ്, 28 ലോസ് ഏഞ്ചലസ്, 32 എവിടെയാ? 32 ബ്രിസ്ബൻ, ഓസ്ട്രേലിയ. അടുത്ത, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ. അതായത് നിലവിൽ ആരാ? നമ്മൾ മുമ്പ് വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. ആരാണ് ഉള്ളത്? ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓക്കെ. ലാസ്റ്റ് ചോദ്യം, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഏതാ? വകുപ്പ് 5-ൽ 2 ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചോദ്യമെല്ലാം തീർന്ന്. ഓക്കെ, അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 25 ചോദ്യങ്ങളുണ്ടായിരുന്നു. 25 അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു 22+ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് കാറ്റഗറിയിൽ പറയും. ഔട്ട്സ്റ്റാൻഡിങ് കാറ്റഗറിയിൽ ഞാൻ പറയും. ഒരു 20+ ഉണ്ടെങ്കിൽ, നെഗറ്റീവൊക്കെ പോയിട്ടാണ്, 20+ ഉണ്ടെങ്കിൽ ഞാൻ എക്സലന്റ് പറയുന്നു. ഇതെന്റെ റേറ്റിംഗ് ആണ്. ചാർജ് ചെയ്താറായി.
അടുത്ത് 18+ ആണെങ്കിൽ വെരി ഗുഡ്, 18+ ആണെങ്കിൽ വെരി ഗുഡ്, വെരി ഗുഡ്. 16+ ആണെങ്കിൽ ഗുഡ്, 16+ ആണെങ്കിൽ ഗുഡ്. ഓക്കെ, ഇനി ബിലോ 16 ആണെങ്കിൽ, ബിലോ 16 ആണെങ്കിൽ നിങ്ങൾ ആവറേജ്, ആവറേജ്. ഓക്കെ, മുന്നോട്ട് വരിക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക, തരുന്ന വർക്കൗട്ട് മിസ്സാക്കാതെ തന്നെ യൂസ് ആക്കുക, നിങ്ങൾക്ക് ഗുണകരമാവും. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.